നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയ ശേഷം നടൻ ദിലീപിനോട് ഒരു വിഭാഗം പ്രേക്ഷകർക്ക് സിനിമാ പ്രവർത്തകർക്കെല്ലാം വെറുപ്പ് കാണിക്കുന്നുണ്ട്. ഇനിയുള്ള കാലത്ത് സിനിമയിൽ പഴയതുപോലെ ദിലീപിനെ ശോഭിക്കാൻ അനുവദിക്കില്ലെന്ന തരത്തിൽ വരെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ദിലീപിനോടുള്ള അമർഷം കാണിക്കാൻ ചിലർ നടന്റെ പുതിയ ചിത്രമായ ഫാഫാബ ബഹിഷ്കരിച്ചിട്ടുമുണ്ട്. ദിലീപ് കേസിൽ നിന്ന് വിമുക്തി നേടി പുറത്തു വന്നതിന് കാശെറിഞ്ഞ് നിയമം വിലയ്ക്ക് വാങ്ങിയതാണ് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നവരുടെ പക്ഷം. തുടർന്നും ദിലീപിന്റെ സിനിമകൾ വിജയിപ്പിച്ചാൽ സമൂഹത്തിൽ വീണ്ടും തഴച്ചു വളരാൻ ദിലീപിന് ഇത് സഹായിക്കുമെന്നും വീണ്ടും പലർക്കും മോശം അനുഭവമുണ്ടെന്നും വിശ്വസിക്കുന്നവരും ഏറെയുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന എന്ന കുറ്റമാണ് ദിലീപിന് മേൽ ആരോപിക്കപ്പെട്ടിരുന്നത്. പക്ഷേ തെളിയിക്കാൻ ആ കുറ്റം നടന്നത് എതിരെയാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ വന്നതോടെ ദിലീപ് കേസിൽ നിന്ന് കുറ്റവിമുക്തനായത്. അതേസമയം കൃത്യം ചെയ്ത ആദ്യത്തെ 6 പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്തു. ബഹിഷ്കരണമെന്ന ആഹ്വാനം ശക്തമായപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച നടന്നു. നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഒരിക്കൽ പ്രതിയാക്കപ്പെട്ടു എന്നതുകൊണ്ട് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കുന്നവർ എന്തുകൊണ്ട് വിതുര പെൺവാണിഭ കേസിൽ പ്രതിയാക്കപ്പെട്ട നടൻ ജഗദീഷ് ശ്രീകുമാറിന്റെ സിനിമകൾ ബഹിഷ്കരിക്കാതെ എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചോദ്യം. 1995 നവംബർ 7-ന് എറണാകുളത്ത് സ്വകാര്യ ഹോട്ടലിൽ വെച്ച് വിതുര സ്വദേശിയായ പെൺകുട്ടിയെ ജഗദീഷ് ശ്രീകുമാർ മാനഭംഗപ്പെടുത്തിയെന്നായിരുന്നു കേസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ജോലി വാഗ്ദാനം ചെയ്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ്. ഒന്നാം പ്രതി സുരേഷിനെയും ജഗദീഷ് ശ്രീകുമാറിനെയും കൂടാതെ മുൻ അഡ്വക്കേറ്റ് ജനറൽ മാണി, കോൺഗ്രസ് നേതാവുമായ കെ.സി. പീറ്ററും കേസിൽ ഉൾപ്പെടുത്തിയിരുന്നു. പ്രത്യേക കോടതിയിൽ വാദം നടത്തുന്ന കേസിൽ ആദ്യഘട്ടത്തിൽ തിരിച്ചറിയൽ നടന്നിരുന്നില്ല. പിന്നീട് പെൺകുട്ടിയെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെന്ന കാരണം പറഞ്ഞ് മുഴുവൻ പ്രതികളെയും വെറുതെ വിടുകയായിരുന്നത്രേ. വർഷങ്ങളോളം നീണ്ടുനിന്ന വാദങ്ങളും സമ്മർദ്ദങ്ങളും കൊണ്ട് സഹിയിട്ട് വാദത്തിന് ഹാജരാകുന്നതിന് ഒഴിവാക്കിത്തരണമെന്ന് അപേക്ഷിക്കുക പോലും ചെയ്തതായി പെൺകുട്ടി പറഞ്ഞു. കേസിൽ രാഷ്ട്രീയ വ്യവസായ രംഗത്ത് പ്രമുഖരുടെ ഇടപെടലുണ്ടായി എന്ന് അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കേസിൽ എല്ലാവരും കുറ്റവിമുക്തരായതോടെ പെൺകുട്ടിക്ക് നീതി നിഷേധിക്കപ്പെട്ടു. അവൾക്കൊപ്പം ഇന്ന് നിരന്തരം പറയുന്ന പലരും ജഗതിയുടെ കാര്യം വന്നപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് മറ്റൊന്നാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. അന്നൊന്നും സോഷ്യൽ മീഡിയയില്ല, എങ്ങനെ പ്രതികരിക്കണം, അന്ന് പൊതുബോധ്യം കുറവാണ് എന്നാണ് ഫേസ്ബുക്ക് യൂസർ പറയുന്നത്. ജഗതിയുടെ പേരിൽ വിതുര കേസ് നിലനിൽക്കുന്ന സമയത്ത് റിലീസ് ചെയ്ത അരമന വീടും 500 ഏക്കറും എന്ന സിനിമയിൽ ജഗതിയുടെ ഇൻട്രോയിൽ ഭയങ്കര കൂലായിരുന്നു. 3-4 സീൻ കഴിഞ്ഞപ്പോഴേക്കും കൂവാൻ വന്നവർ മറന്നുപോയി എന്നാണ് അന്നത്തെ ജനങ്ങളുടെ പ്രതികരണം എന്നിങ്ങനെയായിരുന്നു വിവരിച്ച് മറ്റൊരാൾ കുറിച്ചതും.